നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 695 695. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമാം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 695. അതായത് 192 സർഗം കുചേലചരിതം ഭാഗം 3 കുറച്ച് വലിയ സർഗമാണത്. 46-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. പാദങ്ങൾ മെല്ലെ കഴുകിച്ച് അത്യന്താദരവായി പോടും തീർത്ഥം തെളിച്ചു മൂർധാവിൽ ഏവർക്കും അഖിലേശ്വരൻ എന്ന് പറഞ്ഞു നിർത്തി. ഇനി ഇതിലൊരു 9 ശ്ലോകമുണ്ട്. അപ്പോൾ മധുപർക്കങ്ങളും മറ്റും നൽകി പൂജിച്ചു മാനതൻ കാൺകയാലുള്ള സന്തോഷം എത്രയും ചൊല്ലി നിൽക്കവേ. ഭഗവാൻ കുചേലനെ പാദപ്രക്ഷാളനം ചെയ്ത് ബ്രാഹ്മണനെ പൂവിട്ട് പൂജിച്ചു. കാലിലെ കളവം ഒക്കെ ചാർത്തി കുങ്കുമം ചാർത്തി പൂവിട്ട് അർച്ചിച്ചു ദീപാരാധനയൊക്കെ കാണിച്ചു എന്നാണ് പറഞ്ഞത്. പാദങ്ങൾ മെല്ലെ മധുപർക്കങ്ങളും മറ്റും നൽകി പൂജിച്ചു മാനതൻ കാൺകയാൽ ഉള്ള സന്തോഷം എത്രയും ചൊല്ലി നിൽക്കവേ. മുഷിഞ്ഞ മുണ്ടുടുത്ത് ഏറെ മെലിഞ്ഞീടും ദ്വിജേന്ദ്രനെ മുതിർന്നു വീശുവാനമ്പാൽ വിദർഭ നൃപനന്ദനി. മുഷിഞ്ഞ മുണ്ടുടുത്ത് ഏറെ മെലിഞ്ഞിടും ദ്വിജേന്ദ്രനെ മുതിർന്നു വീശുവാനമ്പാൽ. ആ പരപ്രേരണയില്ലാതെ കണ്ട് വിദർഭ രാജകുമാരിയായിരിക്കുന്ന രുക്മിണി ദേവി കുചേല ബ്രാഹ്മണനെ തൻ്റെ കയ്യിൽ ഭഗവാനെ വീശിക്കൊടുക്കുന്ന ആലവട്ടം കൊണ്ട് വീശാൻ തുടങ്ങിയതാണ്. ഇതിൻ്റെ ഒരു ഡെപ്ത് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഭക്തി വേണം. ഇന്നത്തെ ന്യൂ ജനറേഷന് സിയും കൂളറും ഫാനും ഒക്കെ ധാരാളമാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ചരട് പിടിച്ച് വലിച്ചാൽ വലിയ ഒരു തുണി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അതായത് ഒരു 5 അടി നീളത്തിൽ ഒരു 1.5 അടി വീതിയിൽ ഒരു എന്താണെന്നാ പറയുക, കാർഡ്ബോർഡ് മാതിരി അല്ലെങ്കിൽ പലക മാതിരി കനം കുറഞ്ഞ പലകയിൽ തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ലേശം അതിനൊരു ഒരു 6 ഇഞ്ച് തുണി ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ടാവും പാവാടയ്ക്ക് ഫ്രില്ല് വെച്ച കൂട്ടത്തിൽ. അത് ഒരു കയറിൻ്റെ സഹായത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ നീങ്ങും പോവും. അങ്ങനെയാണ് കാറ്റ് കൊണ്ടുവരുന്നത്. ആരെ? മഹാരാജാക്കന്മാരൊക്കെ. ബാക്കിയുള്ളവർക്ക് ഈ പനമ്പട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിശറി ആലോചിച്ച് നോക്കണം. ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ ഇവിടെ മുഷിഞ്ഞ മുണ്ടുടുത്തേറെ മെലിഞ്ഞിടും ദ്വിജേന്ദ്രനെ മുതിർന്നു വീശുവാൻ അമ്പാൽ, സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് മുതിർന്നു വിദർഭ നൃപനന്ദിനി. കാളിന്തിയും ലക്ഷ്മണയും ശൈബ്യയും സത്യഭാമയും ആശ്ചര്യപ്പെട്ടു വന്നതെന്തോ തമ്മിൽ ചോദിച്ചു മെല്ലവേ. ഭഗവാന്റെ മറ്റ് അഷ്ടമഹിഷിമാരിൽ പലവരും അവിടെ ഉണ്ട്. അവരുടെ പേര് പറയണ്ടേ? കാളിന്തി, ലക്ഷ്മണ, ശൈബ്യ, സത്യഭാമ ഇവരൊക്കെ ആശ്ചര്യപ്പെട്ടു വന്നെന്തോ തമ്മിൽ ചോദിച്ചു മെല്ലവേ. അന്തഃപുരത്തിൽ പലരും ഗൂഢമായി ചൊല്ലി ഇങ്ങനെ. അന്തഃപുരത്തിൽ പലരും സ്വകാര്യം പറയാൻ തുടങ്ങി. മുഖത്തൊരെത്രയും ബ്രഹ്മതേജസ്സുണ്ടല്ലോ സഖി. മുഖത്ത് എത്രയും ബ്രഹ്മതേജസ്സുണ്ടല്ലോ സഖി. ചുക്കിച്ചുളിഞ്ഞ മുഖം എന്നല്ല പറഞ്ഞത്, ബ്രഹ്മതേജസ്. അതെന്താ? അനുഷ്ഠാനം കൊണ്ടുണ്ടാവണതാണ്. ഈശ്വരോപാസന എന്ന അനുഷ്ഠാനത്തിൽ മുങ്ങിക്കുളിച്ച ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ
പ്രായത്തിനെ വെല്ലുന്ന അല്ലെങ്കിൽ ചെറുപ്പത്തിനെ വെല്ലുന്ന ഒരു ഓറ ഉണ്ടാവും. അതാണ് ഇവിടെ ബ്രഹ്മതേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്തഃപുരത്തിൽ പലരും ഗൂഢമായി ചൊല്ലി ഇങ്ങനെ, മുഖത്തൊരത്രയും ബ്രഹ്മതേജസ്സുണ്ടല്ലോ സഹി, വൈദർഭിയെ കൂടി എഴുന്നേൽപ്പിച്ചാണ് അഖിലേശ്വരൻ. തൻ്റെ ഏറ്റവും മൂത്ത പട്ടമഹിഷിയായിരിക്കുന്ന രുക്മിണി ദേവിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടാണ് ഭഗവാൻ കുചേല ബ്രാഹ്മണൻ്റെ പാദപൂജ ചെയ്തത്. മഹാലക്ഷ്മീനെ എന്നർത്ഥം. വൈദർഭിയെ കൂടി എഴുന്നേൽപ്പിച്ചാണ് അഖിലേശ്വരൻ ഇത്രയും ബഹുമാനിപ്പിച്ചത് ഈ വെറും വിപ്രവര്യനെ. ഈ ഒരു പരമ അവരുടെ കണ്ണിൽ ഇത്രയും ബഹുമാനിപ്പത് ഈ വെറും വിപ്രവര്യനെ, ബ്രാഹ്മണവര്യനാണ് എന്ന് പറഞ്ഞു. വസ്ത്രം മുഷിഞ്ഞിടുകിലും ദേഹമേറെ ചടക്കിലും ആത്മാവൊട്ടേറെ വിലസുന്നുണ്ടാം സമ്പുഷ്ടമാം വിധം. അതാണ് ഇതിൻ്റെ ക്രസ്റ്റ്. എന്താ? വസ്ത്രം മുഴിഞ്ഞിടുകിലും ദേഹമേറെ ചടക്കിലും ആത്മാവ് ഒട്ടേറെ വിലസുന്നുണ്ടാം സമ്പുഷ്ടമാം വിധം. ആത്മാവിൻ്റെ ഒരു എന്താ പറയുക, ശോഭ ആത്മാവ് ഉള്ളിലാണ്. സഹസ്രകോടി സമപ്രഭ, അത് മുഖത്ത് നിഴലിക്കണമെന്നാണ് പറഞ്ഞത്. 1000 കോടി സൂര്യൻ ഉദിച്ച മാതിരിയുള്ള ഒരു ബ്രഹ്മാണ്ടാത്ഭുതമാണ് കുചേല ബ്രാഹ്മണൻ്റെ മുഖത്ത്. കാരണം എന്താ? കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ആ 2 അക്ഷരം നാമത്തിൻ്റെ വൈഭവമാണ്. വിഷയോ. അപ്പോൾ അഭിപ്രായപ്പെടായകാരും പുറം കണ്ടിട്ടൊരാളെയും, ഇത് നമ്മൾക്ക് തരുന്ന ഒരു ഉപദേശം. ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. ഒരു മീറ്റിങ്ങിൽ തൂവള്ള ഷർട്ടും മുണ്ടും ഇസ്ത്രിക്ക് ഇട്ടിട്ട് ഇങ്ങനെ വടി പോലെ അവർ വന്നാൽ നമ്മളൊക്കെ നീട്ട് നിൽക്കും. നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ വന്ന് നിന്നാൽ നമ്മൾ നീട്ട് നിൽക്കണില്ല. കാരണം എന്താ? രാഷ്ട്രീയം അല്ലേ? അച്ഛനമ്മോടും അകത്ത് പോയിരുന്നോളാൻ പറയും. വരണത് വല്ല DCC പ്രസിഡൻ്റ് ആയാൽ മതി. എന്താ DCC പ്രസിഡന്റ് 2 കൊമ്പുണ്ടോ? ഇല്ല. പക്ഷേ ഡ്രസ് കോഡ് അവരാണ് എന്താണെന്നാ പറയുക, റൂളിംഗ് പാർട്ടി ആണെങ്കിലും ഒപ്പോസിഷൻ പാർട്ടി ആണെങ്കിലും രാജ്യം അവരുടെ തലയിലാണ് ഇരിക്കണത് എന്നുള്ള ഒരു ഗാംഭീര്യതാണ്, അല്ലാതെ കൊണ്ടൊന്നുമല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ? അഭിപ്രായപ്പെടായകാരം പുറം കണ്ടിട്ടൊരാളെയും അളവറ്റ മഹാഭാഗ്യമുള്ളവനാണ്, ഇല്ല സംശയം. ഈ ബ്രാഹ്മണവര്യൻ അളവറ്റ ഭാഗ്യത്തിന് ഉടമയാണ്. അല്ലെങ്കിൽ സാക്ഷാൽ ജഗദീശ്വരൻ അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാൻ സാധിക്കണില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പറയണു, അല്ലെങ്കിൽ ഇത്രയും മാനിച്ചിടുകില്ല മഹാപ്രഭു. എല്ലാവരിലും വെച്ച് മഹാപ്രഭുവാണ് ശ്രീകൃഷ്ണൻ. അല്ലെങ്കിൽ ഇത്രയും മാനിച്ചിടുകില്ല മഹാപ്രഭു, ഈ വണ്ണം ആ മഹാത്മാവിൽ ഏവരും ശ്രദ്ധ വയ്ക്കവേ. ഈ വണ്ണം ആ മഹാത്മാവിലേവരും ശ്രദ്ധ വയ്ക്കവേ. ഇനി ഈ സർഗത്തിൽ അവസാനത്തെ ശ്ലോകം 55 നോക്കോളും. ഗുരുദേവ ഗൃഹത്തിൽ നിന്നകന്നു നാൾ തൊട്ടു വിശേഷമൊക്കെയും അറിവാനെഴും ആഗ്രഹം ശരിക്കറിയിച്ചാൻ അരവിന്ദലോചനൻ. ശ്രീകൃഷ്ണൻ കുചേല ബ്രാഹ്മണനോട് പറയാണ്, ഗുരുദേവ ഗൃഹത്തിങ്കിൽ നിന്ന് അകന്ന അതുനാൾ മുതൽ തൊട്ടു വിശേഷമൊക്കെയും അറിവാനെഴും ആഗ്രഹം ശരിക്കറിയിച്ചാൻ അരവിന്ദലോ. ശ്രീകൃഷ്ണൻ കുചേലനോട് പറഞ്ഞു, അതെ, അന്ന് നമ്മൾ 11ാമത്തെ വയസ്സിലേ 11-12 ആയിട്ടുള്ളൂ, 64 ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഒപ്പം അവിടുന്ന് പോയ ശേഷം ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയൂ, കേൾക്കട്ടെ. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ദ്വിനവത്യധിക ശതതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി കുചേലചരിതം ഭാഗം 4 സർഗം 193 എന്താ പറയണത് നോക്കാം. ഗുരുഗേഹത്തിൽ നിന്ന് അന്ന് പിരിഞ്ഞു മുതലോധനം വിശേഷമെല്ലാം എമ്മട്ടുണ്ടായത് ആധ്യാത്മിക പരിശ്രമം.
എത്ര മൂട് നാളികെ തെങ്ങുണ്ട്, ബാങ്ക് ബാലൻസ് എന്തുണ്ട് എന്നല്ല ചോദിച്ചത്. പിന്നെ എന്താ ചോദിച്ചത്? ഗുരുഗേഹത്തിൽ നിന്ന് അന്നു പിരിഞ്ഞ മുതലോദണം വിശേഷമെല്ലാം എമ്മട്ടുണ്ടാം ആധ്യാത്മിക പരിശ്രമം. സ്വയം രക്ഷപ്പെടാനുള്ള മാർഗമാണ് ആധ്യാത്മികമായിട്ടുള്ള പരിശ്രമം. പരിശ്രമം ഇല്ലാതെ കണ്ടൊന്നും നടക്കില്ല. പരിശ്രമിക്കുക, തോറ്റാലും പരിശ്രമിക്കുക, തോറ്റാലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വിശേഷമെല്ലാം എമ്മട്ടുണ്ട് ആധ്യാത്മിക പരിശ്രമം വിളങ്ങി മിന്നിടുന്നില്ലേ. രണ്ട് വിശേഷണം. വിളങ്ങുന്നില്ലേ, മിന്നിടുന്നില്ലേ, വിവാഹം ചെയ്തുവോ സഖേ. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, താല്പര്യത്തിന് ചോദിക്കുകയാണ്. വിളങ്ങി മിന്നിടുന്നില്ലേ, വിവാഹം ചെയ്തുവോ സഖേ, തുറന്നെന്നോടൊളിപ്പിക്കാതുര ചെയ്യണം ഒക്കെയും. തുറന്ന് എന്നോട് ഒളിപ്പിക്കാതുര ചെയ്യണം അതൊക്കെയും. മടിച്ചിടേണ്ട നാം അന്നേ മുതൽക്ക് അങ്ങനെയല്ലയോ. കണ്ട ദിവസം മുതൽക്ക് നമ്മൾ അങ്ങനെയല്ലേ ഇന്നവരൊക്കെ. മടിച്ചിടേണ്ട നാം അന്നേ മുതൽക്ക് അങ്ങനെയല്ലയോ. തക്ക യോജിച്ച പെൺതയ്യലല്ലയോ ചെയ്തതില്ലയോ. തക്ക യോജിച്ച പെൺതയ്യലല്ലയോ. തനിക്ക് മാനസികമായി ഇഷ്ടപ്പെട്ട കുട്ടിയല്ലേ അങ്ങയുടെ ഭാര്യ എന്നാണ് കുചേല ബ്രാഹ്മണനോട് ചോദിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം, ആ കുട്ടിക്കാലത്ത് സാന്ദീപിനി ആശ്രമത്തിൽ ഒപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഭഗവാന് ഇയാളുടെ കുണ്ടലിനി അറിയാം, അതായത് ജാതകം അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇല്ലെന്നൂഹിപ്പാൻ ഞാൻ ഇല്ലെന്ന് ഊഹിപ്പൂ ഞാൻ നോക്കൂ വിദ്വാൻമാർ ഇല്ലെന്നൂഹിപ്പൂ ഞാൻ നോക്കൂ വിദ്വൻ മകുടരത്നമേ. കുചേലൻ്റെ വിശേഷണം അപ്പോൾ വായിച്ചത് എന്താ? വിദ്വാൻമാരുടെ മകുടരത്നമാണ് കുചേലൻ. വിദ്വാൻമാരുടെ മകുടരത്നം. അതിൻ്റെയൊക്കെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിലേ കുറച്ച് നമ്മൾ തലകുത്തി നിൽക്കണം, അപ്പം മനസ്സിലാവും. കാമം ബാധിക്കുകയില്ല അങ്ങേക്ക് ഉൾത്തട്ടിലൊരു ലേശവും. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങക്ക് ഉൾത്തട്ടിൽ ഒരു ലേശവും ആഗ്രഹങ്ങളില്ലാത്ത ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാമം ബാധിക്കുകയില്ല അങ്ങേക്ക് ഉൾത്തട്ടിലൊരു ലേശവും ധനലോഭവും ആ മട്ടിൽ തന്നെ ഞാനറിയില്ലയോ. എനിക്കറിയാം എന്ന് പറഞ്ഞാൽ, ഈ കുചേല ബ്രാഹ്മണൻ കുട്ടിയായിരിക്കുമ്പോഴും യുവാവായിരിക്കുമ്പോഴും മധ്യവയസ്കനായിട്ടും വയസ്കനായിട്ടും ഇരുന്ന ഈ കാലം അത്രയും ഒരു ദിവസമെങ്കിലും ധനം വേണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആരായത്? എന്താന്നാ പറയുക, വിദ്വന്മകുടരത്നമേ. വിദ്വന്മകുടരത്നം ആവണമെങ്കിൽ ധനാശയുള്ളവന് പറ്റില്ല. അവിടെയാണ് പ്രശ്നം. ഭഗവാനാൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ജെന്റിൽമാൻ ആവണമെങ്കിൽ ധനാശ വെച്ച് ഭഗവാനെ പൂജിച്ചിട്ടുണ്ടാവാൻ പാടില്ല. കർമ്മം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടിക്കോളൂ, അത് ഇതിൽ പെടില്ല. അനർഹമായ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കാമം എന്ന് പറഞ്ഞത്. അനർഹമായ, അർഹതയില്ലാത്ത, ഉത്സാഹം പ്രകടിപ്പിക്കാതെ കണ്ട് ഇരുന്നിരിപ്പിലും മറ്റവൻ്റെ മുതൽ വേണമെന്ന് വിചാരിക്കാം. അതുകൊണ്ട് ധനലോഭവും മാമട്ടിൽ തന്നെ ഞാനറിയില്ലയോ. പണ്ടുതാൻ അവിടേക്കില്ല വേഷഭൂഷാദി വിഭ്രമം. പണ്ടുതാൻ അവിടേക്ക്, അങ്ങേക്ക് പണ്ട് തന്നെ എന്തില്ല? വേഷഭൂഷാദി വിഭ്രമം. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു 99% ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ പറയും, നാണം മറിക്കണം.
അപാകതയില്ലാത്ത വസ്ത്രം ധരിക്കാം. അപ്പോൾ ഒന്നാമത് ഈ അമ്പലത്തിലാവുക കാരണം, അമ്പലത്തിൻ്റെ ഉള്ളിലാവുക കാരണം പൂജാരിയായിട്ടല്ല കേട്ടോ, ദാസനായിട്ട്, ഭഗവത് ദാസനായിട്ട്. അതുകൊണ്ട് അന്നത്തെ കുട്ടിക്കാലത്ത് ഒരു ട്രൗസർ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുപ്പായും ആവാം. അത് കഴിഞ്ഞ് മുണ്ടായി. അപ്പോൾ ദി ലീസ്റ്റ്, ഏറ്റവും മിനിമൈസ് ചെയ്യുക ആർഭാടം മിനിമൈസ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ധനവാന്മാരാവും. ആർഭാടത്തിലാണ് കാശ് പോകുന്നതൊക്കെ. അപ്പോൾ പണ്ടു താൻ അവിടേക്കില്ല വേഷഭൂഷാദി വിഭ്രമം, ഒന്നും മിണ്ടാകയാൽ ഈ മട്ടരുൾ ചെയ്താൻ മഹാശയൻ. അപ്പോൾ ഇദ്ദേഹം ഒന്നും പറയണില്ല. ഒന്നും മിണ്ടാകയാൽ ഈ മട്ടരുൾ ചെയ്താൻ മഹാശയൻ, വിവാഹം ചെയ്യുക തന്നെ തെറ്റെന്താണ് അതിലോതുവാൻ. ഇപ്പം വിവാഹം ചെയ്തു, അതിൽ തെറ്റില്ല. പക്ഷേ വിവാഹം ചെയ്ത ശേഷം ബ്രാഹ്മണൻ എന്നുള്ള നിലയ്ക്കുള്ള അനുഷ്ഠാനങ്ങളൊക്കെ നിർത്തി പറഞ്ഞാൽ അതൊരു മോശമാണ്. ഇതങ്ങനെയല്ലല്ലോ. അങ്ങ് സദാസേവ്യ ഭാഗവതാണല്ലോ. ഭഗവാനെ മറന്നിട്ട് അങ്ങക്ക് വരെ നിമിഷം ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ധീരന്മാർക്കതൊരത്യന്തം പ്രീതിയേറും പരീക്ഷണം. ധീരന്മാർക്ക് അത് ഒരു അത്യന്തം പ്രീതിയേറും പരീക്ഷണം. ധീരന്മാർക്ക് വിവാഹാനന്തരം അതിലുണ്ടാവുന്ന കുട്ടികളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊരു ഭാരമല്ല. കാരണം അവരതിനെപ്പറ്റി ശ്രദ്ധിക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താ, വായ കീറിയപ്പം തല കീറിയിട്ടുണ്ടാവും. അർഹമായിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് അവരുടെ ചിന്താഗതി. പ്രീതിയേറും പരീക്ഷണമാണെന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈശ്വരൻ നമ്മളെ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ പരീക്ഷിക്കും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ അടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഭക്തൻ്റെ ധനം ഞാൻ ആദ്യം അപഹരിക്കും. പിന്നെയോ ഉറ്റ മിത്രങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഞാൻ അവനെ ഒറ്റപ്പെടുത്തും. അങ്ങനെ നിവൃത്തികേട് കൊണ്ട് അവൻ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് നീട്ടി വിളിക്കുമ്പോൾ എന്തോ എന്ന് ഞാൻ വിളിക്കുക. അല്ലാത്ത പൂജയും കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല എന്നാ. അനന്യശരണാഗതനായിട്ട് എന്നെ വിളിക്കണം എന്നാ. സാമാന്യർക്കു വെറും കെട്ടുകുറ്റിയാണല്ലോ സഖേ, സാമാന്യർക്ക് വെറും കെട്ടുകുറ്റിയാണല്ലോ സഖേ. എന്ത് കല്യാണം? അകതാരിനടിത്തട്ടിലൂറി നിൽക്കും ദുരാഗ്രഹം. എല്ലാ 99.99% ആൾക്കാർക്കും അകതാരിൻ അടിത്തട്ടിൽ ഊറി നിൽക്കും ദുരാഗ്രഹം, അകറ്റുവാൻ മഹാന്മാരും ചെയ്വതാം കാണുമാവിധം. ദുരാഗ്രഹം അകറ്റുവാൻ മഹാന്മാരും ചെയ്വതായി കാണും മാവിധം. മഹാഗ്രഹസ്ഥനായി തീർന്നു ഉള്ളത് കൊണ്ടല്ല ചൊൽവു ഞാൻ, മനസ്സിൻ നിലപാടോർത്ത് കൊള്ളേണം ഇതിൽ ഏവനും. മനസ്സിൻ്റെ നിലപാട് ഓർത്തിട്ട് കാര്യത്തെയും കാരണങ്ങളെയും മനസ്സിലാക്കി പെരുമാറുക. ആർക്കും ഒരു ഉപദ്രവമാവരുത് വിവാഹം എന്നുള്ളത്. വിവാഹം നടത്തണം, ഗൃഹസ്ഥാശ്രമം വേണം, കുട്ടികളുണ്ടാവണം. പക്ഷേ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കടപ്പാടം വിട്ട് ബാങ്ക് ജപ്തി വന്നിട്ട് പോകാൻ പാടില്ല. അവർക്ക് പഠിക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഈശ്വരൻ അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ലായ്ക്കല്ലാന്നേ ഉള്ളൂ. പിന്നെ ഈ പഠിപ്പ് എന്തിനാ? കാശ് സമ്പാദിക്കാൻ മാത്രമല്ല, ധനസമ്പാദനം മാത്രമല്ല, ബീയിങ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, നല്ലൊരു മനുഷ്യനായി വർത്തിക്കുക എന്നുള്ളതിനാണ് വിദ്യാഭ്യാസം. അതിന് ബ്രഹ്മപ്രാപ്തിയാണ് വേണ്ടത്. ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞാൽ ധർമാർത്ഥ കാമങ്ങൾ കഴിഞ്ഞ് 4ാമത്തെ അവസ്ഥ മോക്ഷം പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് വേണം? ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഭക്തി ജ്ഞാന വൈരാഗ്യാദികൾ പഠിക്കാനുള്ള സംവിധാനം എവിടെയുണ്ടോ, ആരൊക്കെ അങ്ങനെ പഠിക്കുന്നുണ്ടോ അവരൊക്കെ രക്ഷപ്പെടും.
ഭക്തിജ്ഞാന വൈരാഗങ്ങൾ ഇല്ലാതെ കണ്ട് MBBS-ഉം MD-ഷിപ്പും എൻജിനീയറും സയൻറ്റിസ്റ്റൊക്കെ ആയിട്ടും യാതൊരു കാര്യമില്ല. അവർക്ക് ദുരാഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, സമൂഹ സേവനം മനസ്ഥിതി ഉണ്ടാവില്ല. ഏറ്റവും വലിയ ഒരു എക്സാമ്പിള് ബീയിങ് എ മുസ്ലിം, വി വിൽ ഫീൽ പ്രൗഡ് ആൾവേസ്. എന്താ, ഡോക്ടർ അബ്ദുൽ കലാം സാറ് അങ്ങനെ തന്നെ പറയണം അദ്ദേഹത്തിന്. ഡോക്ടർ ബ്രഹ്മശ്രീ എന്ന്, അദ്ദേഹത്തിനെ ബ്രഹ്മശ്രീ എന്ന് പറയേണ്ടത്. എന്തേ, അദ്ദേഹത്തിന് അറിയാത്ത വിഷയമില്ല. അദ്ദേഹം ഒന്നും മമതയ്ക്ക് വേണ്ടി സമ്പാദിച്ചിട്ടില്ല. ഭാരതമാകുന്ന അമ്മ പരമേശ്വരിക്ക് വേണ്ടി ജീവിച്ചിട്ടൊരാളാണ് അദ്ദേഹം. അപ്പോൾ സ്വിസ് ബാങ്കിൽ എന്തിനാ കൊണ്ടുവരുന്നത്? ഉള്ളത് പിന്നെ ഭാരതത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളൂ, അതല്ലല്ലോ ചെയ്യണത്. സമൂഹ സേവനത്തിൻ്റെ പേരിൽ വെറും അവരവരുടെ പോക്കറ്റ് മാത്രം വീർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അൺആക്സെപ്റ്റബിൾ ടു ദി എത്തിക്സ് ഓഫ് സനാതന ധർമ്മ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടായാലും ദോഷമങ്ങേക്കില്ല. അപ്പം മനസ്സിൻ നിലപാടോർത്തുകൊള്ളേണം ഇതിലേവനും. രണ്ടായാലും ദോഷം അങ്ങേക്കില്ല, സംശയമില്ല ഇതിൽ. എന്നാൽ എന്നെ ക്ഷണിക്കാത്തതെന്താണ്, അങ്ങനെ വേണ്ടയോ? നിൻ്റെ കല്യാണത്തിന് നീ എന്തുകൊണ്ട് എന്നെ ക്ഷണിച്ചില്ല? പോരെ, ഭഗവാൻ പറയാണ്, എനിക്കിപ്പോൾ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്താ രണ്ടായാലും? മുകളിൽ പറയണ്ടായി, മഹാഗൃഹസ്ഥനായി തീർന്നുള്ളത് കൊണ്ടല്ല ചൊല്ലൂ ഞാൻ, മനസ്സിൽ നിലപാടോർത്തു കൊള്ളേണം ഇതിലേവനും. രണ്ടായാലും ദോഷമങ്ങേക്കില്ല, സംശയമില്ല ഇതിൽ. എന്നാൽ എന്നെ ക്ഷണിക്കാത്തതെന്താണ്, അങ്ങനെ വേണ്ടയോ? അങ്ങനെയല്ലേ വേണ്ടത് സഖാവേ. ദാരിദ്രകഥ തൊട്ടേക്കും എന്നോർത്തതിൻ മിത്രം ഈ വിധം മിണ്ടാകയാണെന്നൂഹിച്ചു വിഷയം മാറ്റിനാൻ പ്രഭു. ഇവിടെ നമുക്കൊരു ഒരു ഗുണപാഠം പറഞ്ഞു തരുന്നുണ്ട്. ഒരാൾ വേറൊരാളോട് സംവാദം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി പറയുന്നതിന് പ്രതികരിക്കണില്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് മാറ്റണം. കാരണം എന്താ, ആ സബ്ജക്റ്റ് അദ്ദേഹത്തിനെ വേദനിപ്പിക്കണു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ്. ദാരിദ്ര്യകഥ തൊട്ടേക്കും എന്നോർത്തതൻ മിത്രം ഈ വിധം മിണ്ടാകയാണെന്ന് ഊഹിച്ചു ഭഗവാൻ. വിഷയം മാറ്റിനാൻ പ്രഭു. പണ്ടു നാം ഗുരുഗേഹത്തിൽ വാണതോർപ്പിലയോ സഖേ. പണ്ട് ഗുരുവിൻ്റെ ഭവനത്തിൽ വാണതോർപ്പിലയോ സഖേ. ആർക്കാർക്കും ആത്മയാഥാർത്ഥ്യമൂലം ഗുരുകടാക്ഷമാം. അത് നമുക്കുള്ള ഉപദേശം. ആർക്കാർക്കും ആത്മയഥാർത്ഥ്യം മൂലം ഗുരുകടാക്ഷമം. ആത്മാവിൻ്റെ യഥാർത്ഥത ഗുരുകടാക്ഷം ഉണ്ടാവാനാ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ഗുരു, അല്ലേ? അപ്പോൾ ആർക്കാർക്കും ആത്മയഥാർത്ഥ്യം മൂലം ഗുരുകടാക്ഷമാം. ഗുരുഭൂതരെ വന്ദിക്കാതുയർന്നിട്ടില്ലൊരുത്തനും. ഗുരുഭൂതന്മാരെ വണങ്ങാതെ കണ്ട് ഒരാളും ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ റിട്ടയർ ചെയ്തതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഷഷ്ഠപ്തിമൂർത്തി കഴിഞ്ഞതിന് ശേഷമല്ല അത് പഠിക്കേണ്ടത്, കുട്ടിക്കാലത്ത് പഠിക്കണം. ഒരു 6, 8, 10, 12 നമ്മളിതൊക്കെ പഠിച്ചാൽ നമ്മൾ മോക്ഷം ഉള്ളം കയ്യിലെ വെണ്ണ പോലെ എന്നൊക്കെ പറയുന്ന മാതിരി ആവാം. ഗുരുഭൂതരെ വന്ദിക്കാതുയർന്നിട്ട്. ഇപ്പം എങ്ങനെ ഗുരുഭൂതന്മാരുടെ കയ്യ് വെട്ടുക, തല വെട്ടുക, മൂത്രമൊഴിക്കാൻ പോവാണ്ട് കെട്ടിയിടുക, അവരെ സുസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, അതൊക്കെയാണ് നടക്കുന്നത്. ഗുരുഭൂതരെ വന്ദിക്കാതുയർന്നിട്ടില്ലൊരുത്തനും. ജന്മമേകുന്നവൻ പുണ്യകർമ്മത്താൽ വിലസിപ്പവൻ. ജന്മമേകുന്നവൻ അച്ഛൻ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണതേ. ജന്മമേകുന്നവൻ പുണ്യകർമ്മത്താൽ വിലസിപ്പവൻ. ആത്മജ്ഞാനം നൽകുവോൻ ഈ മൂന്നാളും പൂജ്യർമേൽക്കുമേൽ. പൂജ്യരാണെന്ന്, പൂജിക്കപ്പെടേണ്ടവരാണ്. ആര്? ജന്മമേകുന്നവൻ, പുണ്യകർമ്മത്താൽ വിലസിപ്പവൻ എന്ന് പറയുന്നത് അന്നം തന്ന് നല്ല ജോലിയൊക്കെ തന്ന്
രക്ഷിക്കുന്നവൻ. ആത്മജ്ഞാനം നൽകുവോൻ, ആത്മജ്ഞാനം നൽകുക എന്നെന്താ? അയാൾ ഇൻഡിപെൻഡൻ്റായി. ആർക്കാണ് ആത്മജ്ഞാനം കൊടുത്തത്? ആ വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആവും, സ്ലേവ് ആവില്ല. ആത്മജ്ഞാനമില്ലാത്തവർ ആത്മജ്ഞാനികൾക്ക് അടിമയായിട്ടിരിക്കേണ്ടി വരും. വേറെ നിവൃത്തിയില്ല. അപ്പോൾ ആത്മജ്ഞാനം നൽകുവോൻ ഈ മൂന്നാളും പൂജമേൽക്കുമേൽ ഭക്തിജ്ഞാനങ്ങളുൾ തിങ്ങി വിലസും ഗുരുവര്യനെ. ഭക്തിജ്ഞാനങ്ങളുൾ തിങ്ങി വിലസും ഗുരുവര്യനെ സേവിപ്പതിന് സാധിച്ചാൽ തന്നെ ജന്മം കൃതാർത്ഥമാം. ഞാൻ ആ ഒരു കാര്യത്തിൽ സന്തുഷ്ടനാണ്. എന്താ അങ്ങനെ? 95 ഞങ്ങൾ പരിചയപ്പെടുന്നത്. 2006 വരെ ഞാൻ ഒരു ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പേ ഗുരുനാഥനെ പരിചയപ്പെട്ടു ദിവസം മുതൽക്ക് ഞാൻ എഴുതി കൊടുത്തു, എനിക്ക് ക്ലാസ് 1 ഓഫീസർ പ്രൊമോഷൻ വേണ്ട, സീനിയർ സൂപ്രണ്ട് ആയിട്ടുണ്ട് ഞാൻ ആ സമയത്ത്, അത് മതി. പിന്നെ ഞാൻ സമയം മാറ്റിപ്പിച്ചു. ബീയിങ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എൻ്റെ ശരിയായ ഷെഡ്യൂൾ 9:30 to 5:30. ഞാൻ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ, ലാബോറട്ടറി സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ 8:30 വരാം, 4:30 പോകാൻ സമ്മതിക്കണമെന്ന് എഴുതി വാങ്ങി. അപ്പോൾ ചോദിച്ചു എൻ്റെ അടുത്ത്, വാട്ട് ഈസ് ദി റീസൺ ഫോർ ഇറ്റ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ആധ്യാത്മിക ആചാര്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതാണ് താല്പര്യം. എനിക്ക് എന്താണെന്ന് പറയുക, ഈ മെറ്റീരിയലിസ്റ്റിക് വേ ഓഫ് ലൈഫിൽ വലിയ ഓഫീസറാവണം, കൂടെയുള്ളവരുടെ കണ്ണിലുണ്ണി ആയിരുന്ന ആളേനെ ഇനി അവരെ വെട്ടാൻ വരുന്ന പോത്തിനെ പോലെ കാണാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കും വേണം. അതുകൊണ്ടുള്ള ധനത്തിൻ്റെ ഐശ്വര്യം എനിക്ക് വേണ്ട, മറ്റുള്ള ഐശ്വര്യങ്ങൾ മതി. സ്നേഹസമ്പന്നമായ കുടുംബജീവിതം, നല്ല ചങ്ങാതിമാർ. അതുകൊണ്ടാണ് പറഞ്ഞത് സേവിപ്പതിന്നു. അപ്പോൾ ആ പിന്നെ എന്നെ 95 ഉപദേശമൊക്കെ തന്ന ഒരു ആചാര്യസ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ള ഒരു മഹാപണ്ഡിതൻ ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള. അന്ന് അദ്ദേഹത്തിന് 83 വയസ്സാണ്. 95 വയസ്സിലാണ് അദ്ദേഹം 2005 യവനികയ്ക്ക് പിന്നിൽ പറയണത്, കാലഹരണപ്പെടുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിനെ എൻ്റെ കൺമുമ്പിൽ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയമധ്യത്തിൽ ഈശ്വര തുല്യനായിട്ട് കണക്കാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പ്രഭാഷണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ ആത്മജ്ഞാനം. അപ്പോൾ സേവിപ്പതിനു സാധിച്ചാൽ, ഗുരുവര്യനെ സേവിപ്പതിനു സാധിച്ചാൽ തന്നെ ജന്മം കൃതാർത്ഥമാം. വർണ്ണാശ്രമാദി ധർമ്മങ്ങൾക്കൊന്നും വശങ്കനല്ല ഞാൻ. ഭഗവാൻ പറയണോ, ഞാൻ വർണ്ണാശ്രമാദി ധർമ്മങ്ങൾക്കൊന്നും വശങ്കനല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ബ്രഹ്മചാരിയാണോ, ഗൃഹസ്ഥനാണോ, വാനപ്രസ്ഥനാണോ, സന്യാസിയാണോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഗുരുവര്യനെ സേവിച്ചിട്ടുണ്ടോ? എത്ര ആൾക്ക് യെസ് എന്ന് പറയാൻ പറ്റും? അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇതൊരു 6, 8, 10, 12 പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യില്ല. പിന്നെ ഗുരുവായൂർ പോകുമ്പോൾ ഒരു സപ്താഹം കേട്ടു, ഒരു ഗ്രന്ഥം വാങ്ങി അദ്ദേഹത്തിന് പൂജിക്കാൻ കൊടുത്തു, അദ്ദേഹം 2 പൂവിട്ട് വന്നു, അദ്ദേഹം അതിൽ സ്ക്രിബിൾ ചെയ്ത് തന്നു. നാളെ മുതൽക്ക് അയാളാണ് എൻ്റെ പിന്നെ ആചാര്യൻ അല്ലെങ്കിൽ എൻ്റെ ഗുരു എന്ന് പറയാൻ പറ്റുമോ? പറ്റാൻ പറ്റില്ല. എന്നാൽ ABCD പഠിപ്പിച്ചവരാണോ? അതുമല്ല. പിന്നെ ആരാ? ആ പരാവിദ്യ പഠിപ്പിച്ച ആൾ, ആത്മജ്ഞാനം പകർന്ന് തന്നവരേനെ നമ്മൾ ബഹുമാനിക്കേണ്ടു. മറ്റത് വിദ്യാഭ്യാസമാണ്, ടെക്നിക്കാലിറ്റിയാണ്. അതൊക്കെ A ഫോർ ആപ്പിളും B ഫോർ ബാറ്റും ഇല്ലേ? അതുകൊണ്ട്
പറഞ്ഞു, സർവാത്മാവായും ആചാര്യ ശുശ്രൂഷയ്ക്കെന്ന പോലെ ഉപമന്യുവിനും മറ്റും എന്തെന്തോ ഗുരുഭക്തിയും. സർവാത്മാവായും ആചാര്യ ശുശ്രൂഷയ്ക്കെന്ന പോലവേ. ആചാര്യ ശുശ്രൂഷയ്ക്കുള്ള അത്ര വലുപ്പം വേറെ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരവർക്ക് ആത്മജ്ഞാനം പകർന്നു തന്നവരെ ഈശ്വരനായിട്ട് കണക്കാക്കണം. അതാണ് പറഞ്ഞത്. സർവാത്മാവായും. ആരാ സർവാത്മാവ്? എത്ര ആൾക്ക് പരാവിദ്യ പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര ആൾക്ക് ആത്മജ്ഞാനം കൊടുത്തിട്ടുണ്ട്. അത് രണ്ടാൾക്ക് കൊടുത്താലും മതി, ഒരാൾക്ക് കൊടുത്താലും മതി. എന്തായി? ഗുരുവായി. അങ്ങനെയാണ്. എന്താ കൊടുക്കേണ്ടത്? നാരായണീയം പഠിപ്പിക്കലോ അല്ലെങ്കിൽ ഭാഗവതം പഠിപ്പിക്കലല്ല. ആത്മീയ വൈഭവം മനസ്സിലാക്കി ആത്മാവിനെ പൂജിക്കുക. അഹം ബ്രഹ്മാസ്മി തത്വമസിയിൽ നിർത്തുക. അതാണ് പറയുന്നത്. സർവാത്മാവായും ആചാര്യ ശുശ്രൂഷയ്ക്കെന്ന പോലവേ ഉപമന്യുവിനും മറ്റും എന്തെന്തു ഗുരുഭക്തിയാം. നമുക്കു ഗുരു ശുശ്രൂഷ സാധിച്ചുള്ളതൊരൽപ്പമാം. പറഞ്ഞു അദ്ദേഹം. 64 ദിവസമല്ലേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. നമുക്ക് ഗുരു ശുശ്രൂഷ സാധിച്ചുള്ളതൊരൽപ്പമാം. ഗുരുദേവഗൃഹത്തിങ്കൽ ഒരു നാൾ വിറകിന്നു നാം. 3 നാളും പോയതോർപ്പിയിലേ. ബലരാമസ്വാമി കൂടെ പോയിട്ടുണ്ടേ. ബലരാമസ്വാമി കൃഷ്ണനും സുധാമാവും കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. 3 നാളും പോയതോർപ്പിയിലെ. സന്ധ്യയ്ക്കന്ന് അമ്മ ചൊൽകയാൽ കൊടുങ്കാറ്റും മഴയും മാർന്നിരുട്ടിൽ കാട്ടിലേറെ നാം നനഞ്ഞു വഴിയും തെറ്റിക്കുഴങ്ങി വിഷമിക്കവേ. അജ്ഞാനികൾ ഭവദ്വാവിലെന്ന പോലെന്നും മെല്ലവേ. അജ്ഞാനികൾ പേടിച്ച് പറിച്ചു എന്നർത്ഥം, വിവരമില്ലാത്തവരെ പോലെന്നുമെല്ലവേ. അങ്ങെന്നോടുര ചെയ്തുള്ള ഇതിന്നും ഓർമ്മിച്ചിടുന്നു ഞാൻ. പേടിച്ച് അങ്ങ് എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്, അതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ടായത്. അങ്ങ് എന്നോടുര ചെയ്തുള്ളതിന്നും ഓർമ്മിച്ചിടുന്നു ഞാൻ. ഗുരുദേവൻ കാട്ടിലെങ്ങും തിരഞ്ഞങ്ങെത്തി രാവിലെ. അല്ലേ? മൂർധാവിൽ കൈകൾ വെച്ചോതി 3 പേരോടും ഇങ്ങനെ. അതാളുടെ ദേഹത്തെ പോലും ഓർക്കാതെ കേവലം സ്വന്തം ശരീരധർമ്മം, ശരീരത്തിൻ്റെ വൈകല്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഗുരുവചനങ്ങൾ അതേപടി എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്തിട്ടുള്ള വൈഭവം നിങ്ങളെ ലോകോത്തര ശിഷ്യന്മാരാക്കി തീർത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുരുവചനങ്ങൾ നിറവേറ്റാൻ വേണ്ടി സ്വന്തം ശരീരം നശിച്ചാലും സ്വന്തം ഇൻഡിവിജ്വാലിറ്റി നശിച്ചാലും ഇതറിയാതെ കണ്ട് അവിൽ പൊതി വെച്ചാൽ എല്ലാം ആവും എന്ന് പറഞ്ഞ് തടിയൂരുന്ന ആചാര്യന്മാരോട് എനിക്ക് പുച്ഛാണ് കേട്ടോ. ഐ എം സോറി. കാരണം എന്താ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഗുരുശുശ്രൂഷയ്ക്ക് നിങ്ങൾ എത്രമാത്രം മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ വിമർശിക്കണം എന്ന് വിചാരിച്ച് എഴുതി വെച്ചിട്ടല്ല. ബൈ നാച്ചർ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പ്രേരണ ഞാൻ പറഞ്ഞു പോകണമെന്ന് മാത്രം. എന്നെ സ്നേഹിക്കുന്ന ചിലവർക്ക് അതിൽ വിഷമമുണ്ട്. എന്തിനാ ഇയാളിങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയല്ല, സന്ദർഭോചിതമായിട്ട് ഇവിടെ പറയണോ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മറന്ന് ഗുരുമാതാവിൻ്റെ വാക്ക് കേട്ട് വറകിനായി പോന്നു. കഴിഞ്ഞ രാത്രി, കാളരാത്രി നിങ്ങളെങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് നിങ്ങളെ പറയാതെ കണ്ട് അറിയാം. അതാളുടെ ദേഹത്തെ പോലും ഓർക്കാതെ കേവലം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് മാത്രമല്ല, ലോകാസമസ്താസികുനോ ഭവന്തു ആയിത്തീരട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.